ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഇന്നത്തെ പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനം നമ്മെ ഒരു അതുല്യമായ ആത്മീയ ദാഹത്തിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ. ഈ പ്രാർത്ഥന ഇന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയാകട്ടെ. കരുണാനിധിയായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പുതിയ ദിനത്തിനും അങ്ങയുടെ അനന്ത സ്നേഹത്തിനും ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ആത്മാവിനെ നവീകരിക്കണമേ. അങ്ങയെ കൂടുതൽ അറിയുവാനും അങ്ങയുടെ മഹത്വം അനുഭവിക്കുവാനുമുള്ള വിശുദ്ധ ദാഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ നയിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാധ്യാനം പുറപ്പാട് പുസ്തകം 33 അധ്യായം 17 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗമാണ്. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞുമിരിക്കുന്നു എന്നരുളി ചെയ്തു. അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നപേക്ഷിച്ചു. അതിനവൻ, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുൻപാകെ കടക്കുവാൻ ഇടയാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുൻപാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിക്കുവാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും എന്നരുളി ചെയ്തു. നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ടാൽ ജീവനോടെ ഇരിക്കയില്ല എന്നും അവൻ കൽപ്പിച്ചു. ഇതാ, എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും. പിന്നെ എൻ്റെ കൈ നീക്കും, നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ കാണാവതല്ല എന്ന് യഹോവ അരുളി ചെയ്തു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ മോശ ഒരു അത്ഭുതകരമായ അപേക്ഷയാണ് ദൈവത്തോട് നടത്തുന്നത്. അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ. മോശ അത്ഭുതങ്ങൾ കണ്ടിരുന്നു, ചെങ്കടൽ പിളർന്നതും കണ്ടു, മന്നയും പാറയിൽ നിന്നുള്ള വെള്ളവും അനുഭവിച്ചു. എന്നിട്ടും അവന്റെ ഹൃദയം തൃപ്തിയായില്ല. അവന് വേണ്ടിയിരുന്നത് ദൈവത്തെ കൂടുതൽ അറിയുക എന്നുള്ളതായിരുന്നു. ഇതാണ് യഥാർത്ഥ ആത്മീയ ജീവിതം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രം അന്വേഷിക്കുന്നതല്ല, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യവും മഹത്വവും അന്വേഷിക്കുന്ന ഒരു ജീവിതം. ദൈവം മോശയോട് പറഞ്ഞു, നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, എന്നാൽ എൻ്റെ മഹത്വം നിന്റെ മുൻപിലൂടെ കടന്നു പോകും. അവിടുന്ന് മോശയെ ഒരു പാറയുടെ പിളർപ്പിൽ നിർത്തി തൻ്റെ കൈകൊണ്ട് മറയ്ക്കുകയാണ്. എത്ര മനോഹരമായ ഒരു ദൃശ്യം! പാറയുടെ പിളർപ്പിൽ സുരക്ഷിതനായ മോശ. ഇത് യേശുക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിലാണ് നമ്മുടെ സുരക്ഷയും ദൈവ സാന്നിധ്യത്തിലേക്കുള്ള വഴിയും. ഇന്ന് നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, ഞാൻ ദൈവത്തെ കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ പ്രാർത്ഥനകൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ, അതോ ദൈവ സാന്നിധ്യം തേടുന്ന ഒരു പ്രാർത്ഥനയാണോ എനിക്കുള്ളത്? ദൈവത്തിൻ്റെ മഹത്വം പ്രതിഫലിക്കുന്ന ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? പ്രിയമുള്ളവരെ, ദൈവത്തെ അന്വേഷിക്കുന്ന ഹൃദയം അതൊരിക്കലും ശൂന്യമായി മടങ്ങുകയില്ല. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്നത്തെ തിരുവചനത്തിന് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. മോശയെ പോലെ അങ്ങയെ കൂടുതൽ അറിയുവാനുള്ള ഒരു വിശുദ്ധ ദാഹം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ജോലികളെയും ശുശ്രൂഷകളെയും അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു.
രോഗികളെ സൗഖ്യമാക്കണമേ. നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ അവിടുന്ന് നടത്തണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സത്യത്തിന്റെ വഴിയിൽ നടത്തട്ടെ.